ഹായ് പ്രേക്ഷകരെ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ്. എന്തെന്നാൽ നാടൻ സാധനങ്ങൾ മാത്രം വിൽക്കുന്ന ജോഷോ ചേട്ടനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കടയെയും നമുക്കൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ജോഷുവാണ്. ഞാൻ ഈ കട തുടങ്ങിയിട്ട് എൻ്റെ 28 വർഷമായി തുടങ്ങിയിട്ട്. ഇതിൽ അന്ന് തൊട്ടേ ഇന്ന് വരെ ഒരു ദോഷവും ഇല്ലാതെ ഈ കച്ചവടം നടന്നു പോവാണ്. എനിക്ക് 2 പിള്ളേരുണ്ട്, 2 പേരുണ്ട്. 28 വർഷം കഴിഞ്ഞത് തുടങ്ങിയിട്ട്. ഇതെല്ലാം ഒരുപോലെ എല്ലാ സാധനങ്ങളും ഉണ്ട്, എല്ലാ സാധനങ്ങളും. ഈ നാടൻ കടയാണിത്. നാടൻ കടയാണ് എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഇവിടെ എല്ലാം ഉണ്ട്. ഇത് വെളിയിൽ നിന്ന് വരവൊന്നുമല്ലേ, നമ്മൾ തന്നെ കൃഷി ചെയ്തെടുക്കുന്ന സാധനങ്ങളാണ് മൊത്തം. അതുകൊണ്ട് അത് ഓരോന്നോരോന്ന് ഞാൻ ഇതിട്ട് പറയാം. ഓരോന്ന് എന്ന് പറഞ്ഞാൽ ഇത് വാഴക്കൂമ്പ് ഏറ്റവും നല്ലതാണ്. ഈ വാഴക്കൂമ്പിൻ്റെ പണി എന്ന് പറഞ്ഞാൽ വാഴക്കൂമ്പ് നമ്മൾ ഇത് കുടലിലെ അസുഖങ്ങൾ മൊത്തം മുടിനാരങ്ങൾ മൊത്തം മാറിപ്പോകുന്നതാണ് ഈ വാഴക്കൂമ്പ്. ഓരോ വാഴക്കൂമ്പുള്ള പണി. അതുപോലെ ഇത് നാടൻ ഇഞ്ചിയാണ്. നാടൻ ഇഞ്ചി ഇത് നടാൻ ചെയ്യുക. നമുക്ക് നല്ല കറി വയ്ക്കാനൊക്കെ നല്ല ഏറ്റവും നല്ല സാധനമാണ് നാടൻ ഇഞ്ചി. അതുപോലെ ഇതെന്ന് പറഞ്ഞാൽ ഇത് ചേമ്പ് എന്ന് പറഞ്ഞാൽ കണ്ണൻ ചേമ്പ്. ഇത് ഏറ്റവും നല്ലതാണ് കൃഷി പിന്നെ സാമ്പാറിനകത്തിടാൻ കറിക്കൊക്കെ ഇടാൻ ഏറ്റവും നല്ലതാണ്. പുഴുങ്ങി തിന്നാൻ ഏറ്റവും നല്ലതാണ് ഇത് കണ്ണൻ ചേമ്പ്. അതുപോലെ നാടൻ പഴം എന്ന് പറഞ്ഞാൽ പാളാന്തോടൻ പഴം. ഇത് പാളാന്തോടന്. ഇത് നാടൻ ഏത്തയ്ക്ക. ഇത് ഏത്തപ്പഴം. ഇതെല്ലാം മരമൊന്നുമല്ല, ഇതെല്ലാം ഇവിടുത്തെ സാധനങ്ങൾ തന്നെയാണ്, നാടൻ സാധനങ്ങൾ. അതുപോലെ കാച്ചിൽ. ഇത് കാച്ചിലാണ്. കാച്ചിൽ അത് ഏറ്റവും നല്ല പുഴുങ്ങി കഴിക്കാനുള്ള ഏറ്റവും നല്ലതാണ് കാച്ചിൽ. അതുകൊണ്ട് വന്നുകൊണ്ടിരിക്കുക. അതിൽ കൊടുത്തിട്ട് ഇത് മഞ്ഞൾ, നാടൻ മഞ്ഞൾ. ചേമ്പാ അതെ 100. ഇത് നാടൻ മഞ്ഞളാണിത്. ഇത് നാടൻ മഞ്ഞൾ. ഇത് മീനിനൊക്കെ അരച്ചിടാനുള്ള ചമ്മന്തി. ഇത് പിന്നെ ചീനിക്ക് അരച്ചിടാൻ മീനിനൊക്കെ അരച്ചിടാനായിട്ട് നല്ലതാണ് നാടൻ മഞ്ഞൾ. അതുപോലെ നടാനും കൊള്ളാം. ഇതെല്ലാം വിത്തും ചെയ്യുക. അതുപോലെ ഇത് നാടൻ കുമ്പളങ്ങ. ഇതായത് നെയ്ക്കുമ്പളങ്ങ. ഇതായത് നമ്മൾ ഇത് കുടൽ വണ്ണം വരുന്നത്, കുടൽ വരുന്നത് അത് ഏറ്റവും ഇതങ്ങോട്ട് ജ്യൂസ് അടിച്ച് കഴിക്കണം. ജ്യൂസ് ഇല്ലെങ്കിൽ ഏറ്റവും നല്ലതാണിത്. പിന്നെ നമ്മുടെ വയറിലെ അസുഖങ്ങൾ മൊത്തം മാറും. അതുപോലെ കപ്പയ്ക്ക എല്ലാവർക്കും അറിയാമല്ലോ. പ്രത്യേകിച്ച് ഓമയ്ക്ക. ഇത് നാടൻ ഓമയ്ക്ക. ഇത് നമ്മൾ തോരൻ വെച്ച് കഴിക്കാൻ ഏറ്റവും നല്ലതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഗുണവും കൂടെ ഉണ്ട് നമുക്ക്. ഗുണമെന്ന് പറഞ്ഞാൽ ഇത് ചിക്കൻ കുനിയ വരുമ്പം ഈ ഓമയ്ക്കയുടെ കറ നമ്മൾ കഴിച്ച് എടുക്കാൻ ഏറ്റവും നല്ലതാണിത്. തോരൻ വെച്ച് കഴിക്കാൻ ഏറ്റവും നല്ലതാണിത്. അതുപോലെ കമ്പിളി നാരങ്ങ അത് ഷുഗറിന് ഏറ്റവും നല്ലതാണ്. ഇത് കാലത്ത് ഉച്ചയ്ക്കും വൈകിട്ടും ഓരോന്ന് ഇതിലെടുത്ത് കഴിക്കാൻ ഏറ്റവും നല്ലതാണിത്. പിന്നെ ഷുഗറിന്. അതുപോലെ ഇത് എല്ലാവരും പൊടിയുപ്പ് കഴിക്കും. എല്ലാം പൊടിയുപ്പ് കഴിക്കും. ഇത് ഏറ്റവും നല്ല ഈ കല്ലുപ്പ് നമ്മളെടുത്ത് അത് പിന്നെ ഭരണിക്കകത്തിട്ട് അത് കലക്കി ഒഴുക്കി വെള്ളം മാത്രം എടുത്ത് കഴിച്ച് കറിക്ക് ചേരാൻ ഏറ്റവും നല്ലതാണിത്. ഇത് കല്ലുപ്പ് മൂത്രത്തിൽ കല്ലുണ്ടാകത്തില്ല. അതാ കല്ലുപ്പ് കഴിക്കുന്നത്. ഇതെല്ലാം നാടൻ സാധനങ്ങൾ. പിന്നെ ഇത് നാടൻ തൈകൾ. ഇത് ജാതി തൈയാണ്. ഇത് ജാതി തൈയാണ്. അതുപോലെ ഇത് റംബൂട്ടാനാണ്. ഇത് റംബൂട്ടാൻ. പിന്നെ ഇത് നമ്മളിത് ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഇത് വിക്സിൻ്റെ തൈയാണ്. ഇത് പനി വരുമ്പം ഈ ഇല ഒന്ന് എടുത്ത് പിന്നെ വെള്ളത്തിലിട്ട് ചൂടാക്കിയിട്ട് തിളപ്പിച്ച് അതൊക്കെ എടുക്കുന്ന ഏറ്റവും നല്ലതാണ് വിക്സിൻ്റെ തൈ. നല്ല അടിപൊളി തൈയാണ് എന്താ വിക്സിൻ്റെ. പിന്നെ ഐറ്റങ്ങൾ മൊത്തം പിന്നെ ഓരോ ഐറ്റങ്ങളെല്ലാം ഉണ്ട്. നാടൻ അതെല്ലാം എടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ നാടൻ ചേനയാണ്. ഇത് വരവല്ല, ഇത് നമ്മൾ തന്നെ
നമ്മൾ തന്നെ എടുത്ത് കൃഷി ചെയ്യുന്ന ചേനയാണ്, നാടൻ ചേനയാണ് അല്ലേ. ഇത് നമ്മൾ ഇത് പുഴുങ്ങി കഴിക്കാൻ ഏറ്റവും നല്ലത്, നടാനും കൊള്ളാം. ഇത് നനകിഴങ്ങ്, ഇത് നനകിഴങ്ങ് നടാനൊക്കെ ഉള്ള നനകിഴങ്ങ് നടാനുള്ള പിണ്ടി. ഇത് വാഴപ്പിണ്ടി മൂത്രത്തിലെ കല്ല് അടിച്ചു പോകുന്നതാണ്. ഇത് നമ്മൾ പൊളിച്ച് കഴിച്ചിട്ട് ഇത് കൊത്തി കഴിഞ്ഞ് ഇത് മൂത്രത്തിൽ കല്ല് പെട്ടെന്ന് മാറുന്നതാണിത്. ഈ പഴത്തിൻ്റെ പിണ്ടി പിഴിഞ്ഞ് കുടിച്ചാൽ മതി, കാലത്ത് ഉച്ചയ്ക്കും വൈകിട്ട് പിഴിഞ്ഞ് കുടിച്ചാൽ മതി, പെട്ടെന്ന് മാറും ഇത് കല്ലിൻ്റെ. ഇതേ ഉള്ള പറ്റില്ല. ചേമ്പിൻ്റെ കുണ്ട, ഇതാണ് ചേമ്പിൻ്റെ തട. ഇത് നമ്മൾ ഈ ചേമ്പിൻ്റെ തട ചീനി പുഴുകുന്ന പോലെ കീറി, ചേമ്പിൻ്റെ തട കീറി നമ്മൾ പുഴുങ്ങി കഴിക്കാൻ കൊളസ്ട്രോളിന് ഏറ്റവും നല്ലതാണ്. ഇത് കാലത്ത് ഉറ്റി മരുന്ന് കഴിക്കാമെങ്കിൽ പെട്ടെന്ന് മാറും കൊളസ്ട്രോൾ. പിന്നെ ചേമ്പിൻ്റെ കുണ്ട. പിന്നെ അതുപോലെ എല്ലാ അടയ്ക്കാമരം നമ്മൾ എല്ലാ തൈയും ഉണ്ട്. അടയ്ക്കാമരത്തിൻ്റെ തൈ, അടയ്ക്കാമരമുണ്ട്. പിന്നെ അതുപോലെ ഐറ്റങ്ങളുണ്ട്. പിന്നെ വാഴവിത്ത് ഇതെല്ലാം നാടൻ വിത്തുകളാണ്. ഇത് വരവല്ല, ഇതെല്ലാം നമ്മുടെ നാടൻ വിത്തുകളാണ്. നാടൻ ഏത്തനത്. ഇത് ഒരു നാടൻ വിത്ത് വരവല്ല, ഇതെല്ലാം നമ്മുടെ ഇവിടുത്തെ വിത്തുകൾ മാത്രമാണ്. നമ്മൾ കൃഷി ചെയ്ത വിത്തുകളാണ് മൊത്തം. അതിലെല്ലാ വിത്തുകളും ബാക്കി ചേർത്തിട്ട് ആഴ്ച കിട്ടും. ഒരു കെട്ട് കമ്പാണ്. ഒരു കെട്ട് കമ്പെന്ന് പറഞ്ഞാൽ ചീനിക്കമ്പ്. ഇതൊരു കെട്ട് ചീനിക്കമ്പ്. അത് നമ്മൾ ഇത് മുറിച്ച് ഒരു കമ്പാണെങ്കിൽ 5-8 മൂടുന്നുണ്ട് ചീനിക്കമ്പ്. നടാൻ ഏറ്റവും നല്ലതാണ് ചീനിക്കമ്പ് നടാൻ. ഈ കടയുടെ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഭരണിക്കാവ് കൊട്ടാരക്കര റൂട്ടിൽ തൊളിക്കൽ സാൽവേഷൻ ആർമി ചർച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റ, ബൈ ബൈ.